Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് വൈറ്റ് കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്രിസ്റ്റൽസ്, ബാക്ക് ചെയിൻ, ലിങ്ക് ചെയിൻ, മെറ്റൽ വയർ, തിൻ ആയിട്ടുള്ള മെറ്റൽ വയർ ആണ്. പിന്നെ ടൂൾസ്, കട്ടർ, പ്ലെയർ, പിന്നെ ടൂത്ത് പിക്ക്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ചെയിൻ എടുക്കുക. അത് 5 സെന്റിമീറ്റർ, ഓക്കേ, 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മാലയ്ക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രയും പീസുകൾ ഇതുപോലെ 5 സെന്റിമീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലുള്ള പീസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ മെറ്റൽ വയർ 0.3 mm തിക്നെസ് ഉള്ള മെറ്റൽ വയറാണ്. ഇതിനേക്കാൾ കട്ടി കൂടിയതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് 8 സെന്റിമീറ്റർ ലെങ്ത്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തിന്നായതുകൊണ്ട്, തീരെ കട്ടിയില്ലാത്തതുകൊണ്ട് രണ്ടാക്കി മടക്കിയ ശേഷമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് കട്ടിയുള്ള മെറ്റൽ വയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മടക്കേണ്ട ഒരു വയർ മാത്രം മതി. മടക്കിയ ശേഷം നമ്മൾ ഒരു ചെയിൻ എടുക്കുക, കട്ട് ചെയ്ത് വെച്ച ഒരു പീസിലോട്ട് എടുത്തിട്ട് അതിൽ ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്ത് കോർക്കുക. അതിനുശേഷം ഈ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ പ്ലെയർ വെച്ചിട്ട്, പ്ലെയർ ഇല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്ലെയറിലൊന്ന് ചുറ്റുക, ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയ ശേഷം പിന്നെ ചെറിയ അറ്റം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഈ ലൂപ്പിന് ചുറ്റും ഒന്ന് ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിരിച്ച് വെക്കാം, അല്ലെങ്കിൽ പ്ലെയർ യൂസ് ചെയ്തിട്ടും പിരിച്ച് വെക്കാം. അപ്പോൾ ചുറ്റാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ 2 കമ്പിയും കൂടിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് ചുറ്റി ഇങ്ങനെ പിരിച്ച് വെച്ചാലും മതി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുത്ത് കോർക്കാം. അപ്പോൾ അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കുക. അതിനുശേഷം ഒരു വൈറ്റ് കളർ മുത്താണ് കോർക്കുന്നത്. വൈറ്റ് കളർ മുത്ത് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റീഫില്ലർ ഉണ്ടല്ലോ പെന്നിൻ്റെ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ ലൂപ്പ് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരണം. അപ്പോൾ ഒരുപാട് വണ്ണമുള്ള സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ ലൂപ്പ് നല്ല വലുതാവും. അപ്പോൾ ഒരു ആവറേജ് ഇപ്പോൾ ഈ ടൂത്ത് പിക്കിൻ്റെയൊക്കെ സൈസ് വരുന്ന പോലുള്ള, അല്ലെങ്കിൽ റീഫില്ലറൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഈ റൗണ്ടിൽ, ഇത്രയും റൗണ്ട് മതി. അപ്പോൾ ആ റൗണ്ടിൽ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ മെറ്റൽ പീസ് എടുക്കുന്നു, വയർ എടുക്കുന്നു, മെറ്റൽ വയർ എടുക്കുക, രണ്ടാക്കി മടക്കിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് വീണ്ടും ലൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഇതേ പ്രൊസീജിയറാണ് നമ്മൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ഈസിയാണ്. ആദ്യം ഈ മെറ്റൽ വയർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കോർക്കാൻ മാത്രമേ ഇത്ര സമയം ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ലിങ്ക് ചെയ്ത് നമുക്ക് കോർക്കാം. അപ്പോൾ ഒരു മുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു ക്രിസ്റ്റലാണ് കോർക്കുന്നത്. ക്രിസ്റ്റലിന് പകരം 3 മുത്ത് വേണമെങ്കിൽ തന്നെ കോർക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ മാത്രമായിട്ട് കോർക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കോർത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയിനിൽ ലിങ്ക് ചെയ്തിട്ട് വേറെ മുത്ത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ മെറ്റൽ വയർ യൂസ് ചെയ്യുന്നത് വേറെ ടൈപ്പിലായിരുന്നു. ഇതാവുമ്പോൾ നമ്മൾ ലൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കാൻ മെറ്റൽ വയർ ഇല്ലെങ്കിൽ ഐപ്പിൻ ഉണ്ടെങ്കിൽ ഐപ്പിൻ യൂസ് ചെയ്തിട്ടും ഇതേപോലെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചുറ്റുമൊന്നും വേണ്ട, ജസ്റ്റ് മുത്ത് കോർത്തിട്ട് ഒരു ഭാഗത്തൊരു ലൂപ്പ് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മുത്ത്, പിന്നെ ഒരു ക്രിസ്റ്റൽ, പിന്നെ ഒരു മുത്ത് അങ്ങനെ കോർത്തു. അപ്പോൾ ഈ മുത്ത് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഒരു ചെയിൻ കോർക്കണം. അതായത് 3 മുത്ത് കോർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയിനാണ് കോർക്കുന്നത്. അപ്പോൾ ഈ 3 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ ചെയിൻ കോർത്ത ശേഷം നമുക്ക് വീണ്ടും ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ 3 മുത്തിന് പകരം 5 or 6 മുത്ത് കൂടുതൽ എണ്ണം വേണമെങ്കിൽ, അല്ലെങ്കിൽ എണ്ണം കുറവ് മതിയെങ്കിൽ ഒരു ക്രിസ്റ്റൽ മാത്രം അല്ലെങ്കിൽ ഒരു മുത്ത് മാത്രം കോർത്താൽ മതിയെങ്കിൽ അങ്ങനെ കോർക്കാം. അപ്പോൾ എത്രത്തോളം മുത്ത് വേണോ അത്രത്തോളം മുത്ത് കോർത്ത ശേഷം ചെയിൻ ഇങ്ങനെ ലിങ്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മളിവിടെ ഒരു മുത്ത്, ഒരു ക്രിസ്റ്റൽ, വീണ്ടും ഒരു മുത്ത്, പിന്നെ നമ്മളിതുപോലെ ചെയിൻ അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള ചെയിനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 3 സെറ്റായിട്ട്, അതായത് ഇതുപോലെ 3 ഭാഗത്ത് 3 മുത്ത് വെച്ചിട്ട് കോർത്തത് 3 ചെയിനാണ് കോർത്ത് വെച്ചിരിക്കുന്നത്. അതായത് സ്റ്റെപ്പായിട്ടുള്ള 3 വരി മാല ചെയ്യാനാണ് ഇങ്ങനെ 3 വരിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു മാല മതിയെങ്കിൽ ഇതിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് പീസ് വേണ്ട, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു മാല മുഴുവനാക്കി ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തലയിൽ കൂടെ തന്നെ ഇടാം, ഹുക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിന് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിലെല്ലാം 5 സെൻറ്റിമീറ്റർ കോർത്ത ചെയിന് പകരം ഏറ്റവും ലാസ്റ്റ് ബാക്കിൽ വരുന്ന ചെയിൻ മാത്രം ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. അതായത് 5 സെൻറ്റിമീറ്റർ പകരം നടുവിൽ വരുന്നതിൻ്റെ ഒരു 3, ഏറ്റവും ചെറിയ ലെങ്ത്ത് വരുന്നത് 2 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കോർത്ത് വെച്ചിരിക്കുന്ന 3 ചെയിനും ജംപറിങ്ങിലോട്ട് കോർക്കാം. അപ്പോൾ കോർക്കുമ്പോൾ നമ്മൾ ഇത് വെച്ചിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ കോർക്കണം, അല്ലെങ്കിൽ അത് ഇടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും. പിന്നെ ബാക്ക് ചെയിനും കൂടി കോർത്ത ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ജംപറിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തു കൂടി നമുക്ക് ജംപറിങ് കണക്ട് ചെയ്തിട്ട് കോർത്തെടുക്കാം.
അപ്പോൾ രണ്ടുപേര് വേണമെങ്കിൽ രണ്ടുപേര് ഇതേപോലെ തന്നെ കോർക്കാം. അല്ല ഈ മുത്തെല്ലാം കുറച്ചുകൂടി നല്ല ചെറിയ മുത്ത്, ചെറിയ ക്രിസ്റ്റലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. അവർക്കിങ്ങനെ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന പോലെ ഒരു വരിയിൽ ചെയ്താൽ കൂടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നത്തെ നെക്ലസ് ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. വീഡിയോയിൽ അത്രയ്ക്കൊരു തിളക്കമൊന്നും അറിയുന്നില്ല. ക്രിസ്റ്റലൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ട് ഡയറക്റ്റ് കാണുമ്പോൾ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.